ഹലോ ഗൈസ്, ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അനീഷേട്ടൻ രാവിലെ ഇവർ തമ്മിലുള്ള ഇന്നലത്തെ 3 പേര് ഈ പാട്ട ഗേൾസ് എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പട്ടായ കിട്ടായ ഒന്നും പറയാൻ പറ്റില്ല, വെറും പാട്ടകളായ ഈ ഗേൾസ് തമ്മിലുള്ള അടിനെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് പുള്ളി മാക്സിമം ശ്രമിക്കുകയാണ്. രാവിലെ അദ്ദേഹം വന്നിരുന്ന് പറയുന്നുണ്ട്. ആദ്യം അനിമോളോട് സംസാരിക്കുന്നുണ്ട്. അനിമോള് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അനിമോള് ചെയ്തതിനകത്ത് അനിമോൾക്ക് ശരി ഉണ്ടാവാം, പക്ഷെ നൂറ ക്യാപ്റ്റനല്ലേ, നൂറ പറഞ്ഞത് അതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് പാത്രം കഴുകാൻ പറഞ്ഞത് എന്നൊക്കെ വന്ന് അനിമോളോട് പറയുന്നുണ്ട്. അനിമോള് പറയുന്നിട്ട് ഇത്രയും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അവരെ മനസ്സിലേക്ക് എടുത്താണ്. അപ്പോൾ അത് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്, നമ്മളൊരു ഹൃദയത്തിലേക്ക് ഇവരെ എടുത്തില്ലേ, ഹൃദയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ അങ്ങനെ കളയാൻ പറ്റുമോ? അപ്പോൾ അനിമോൾ അവിടെ പറയുന്നുണ്ട്, ശരിയാണ് ചേട്ടാ, ഞാൻ ഇവരെ ഹൃദയത്തിലേക്ക് എടുത്തു, ആ കുട്ടികളെ എനിക്കിപ്പോഴും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പഴയതുപോലെ അവരെ കൂടെ ഇനി പഴയതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച് നിൽക്കേണ്ടി വരും, ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പിന് എനിക്ക് താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് അത് ബുദ്ധിമുട്ടാണ് ചേട്ടാ എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല അനിമോളെ, നിങ്ങൾ ഇത്ര നന്നായിട്ട് പോസിറ്റിവിറ്റി, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്നെപ്പോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അപ്പോൾ പറയുന്ന അതൊക്കെ ശരിയാണ് ചേട്ടാ, പക്ഷേ എനിക്കത് പഴയതുപോലെ പറ്റില്ല, കാരണം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഇവർക്കറിയാം, അവരുടെ കാര്യങ്ങൾ എനിക്കും അറിയാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞാൻ PR-ൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അപ്പോഴത്തേക്കും ആദില വരുന്നുണ്ട്. അപ്പോൾ ആദില സംസാരിക്കുന്ന പറഞ്ഞാൽ ഇവളുടെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ നിന്നത്, ഈ സ്ത്രീയുടെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ, ഈ വ്യക്തി എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ നിന്നത്, ഇവരുടെ വീട് കണ്ടിട്ടാണോ, ഇവരുടെ കാറ് കണ്ടിട്ടാണോ, ഇവരുടെ പണം കണ്ടിട്ടാണോ, അതോ ഇവരുടെ ഫെയിം കണ്ടിട്ടാണോ? അപ്പോൾ അനിമോള് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ഫെയിമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ഭയങ്കര ഒരു തെറ്റുണ്ടായിരിക്കാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ആരെയും നമ്മളെ വേറെ ആരെങ്കിലും പറയാൻ പറ്റില്ല. ഇത് ഒരു പ്രാവശ്യമല്ല, അവരുടെ തന്നെ ഒരു ഇതാണ്. ഒരുപാട് തവണ നമ്മൾ നമ്മൾ സൗദിയിലൊക്കെ കേട്ടിട്ടില്ല, ഒരുപാട് കേട്ടിട്ടില്ല, എപ്പിസോഡിൽ തന്നെ ഇഷ്ടമില്ലാത്ത നൂറയാണ്. പക്ഷെ പ്രേക്ഷകരെ അഭിനയം അഭിനയിച്ച് ഞാൻ നല്ലത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് മനസ്സിൽ മുഴുവൻ വിഷം വെച്ചുകൊണ്ട് പുറമെ ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നൂറ അനിമോളെ ദൂഷിക്കുന്നത് പലതവണ. ഒരുപാട് നൂറ അങ്ങനെയാണ്, കാരണം നൂറയെ പലപ്പോഴും ഇവർ അനിമോളെയുള്ള ആൾക്കാരെ പല തവണയാണ് പരദൂഷണം കുറ്റവും പറയുന്നത്. അതുപോലെ തന്നെ അനിമോളുടെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് നൂറ എന്ത് കളിയാണ് ഈ ഫിനാലെ വീക്കിലല്ലാതെ അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലെ നമ്മുടെ അനീഷേട്ടനെ സംബന്ധിച്ചുള്ള അനീഷേട്ടനെ ഇവരുടെ എല്ലാവർക്കും കളിക്കുന്നതും ഇവിടെ ടൂർ വന്ന ആൾക്കാരാണ്. ഇവിടെ ടൂറിന് വന്നിട്ട് അവരതുപോലെ ചൂടുവെള്ളം ചൂടാക്കി കുടിക്കുന്നു, തോന്നിയിട്ടുണ്ട് തടവി കൊടുക്കുന്നു, സംസാരിച്ചാൽ എങ്ങനെയാണ് ഒരു റിസോർട്ടിൽ വന്നാൽ അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. വന്നപ്പോഴാണ് ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല മനുഷ്യരൊക്കെ പോണ ആൾക്കാർ, നല്ല സ്വഭാവമുള്ള ഒരു ഭാഗ്യത്തിന് ജയിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ പറയുന്നത് വർത്തമാനം പല തവണയാണ് അനിമോളെ കുത്തിയിട്ടുള്ളത്. ജനങ്ങൾ വളരെ മോശമായിട്ട് പരദൂഷണമാണ് കുത്തിയിട്ടുള്ളത്. അതൊന്നും ഇവര് മനസ്സിലാക്കുന്നില്ല. പറയുന്നുണ്ട് ഒന്നാം സ്ഥാനം പറഞ്ഞു, രണ്ടാം സ്ഥാനം മറ്റുള്ളവർ വന്നിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതുപോലെ നിൽക്കണം. ഞാനത് പറഞ്ഞോളൂ, എനിക്കൊരു അങ്ങനെ കളിക്കുന്നത്, നിങ്ങൾ അങ്ങനെ നടക്കുന്നത്, നിങ്ങൾ തുള്ളിച്ചാടി നടക്കുന്നത് സംസാരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കില്ല. ഇന്നലെ വരെയുള്ള കാര്യം കഴിഞ്ഞു, പഴയതുപോലെ തന്നെ ഒരു അങ്ങനെ ഇന്നത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു, അവിടെ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഇന്നലെ വരെയുള്ള കാര്യം സന്തോഷമായിട്ട് പഴയ ഫ്രണ്ട്ഷിപ്പ് ഇന്ന് നിങ്ങൾ എന്താണോ എന്ന് പറഞ്ഞിട്ട് കളിക്കൂ, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങൾ ഒരുമിച്ചിരുന്ന വരെയുള്ള കാര്യം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കളഞ്ഞു. രണ്ടുപേരുടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന നിങ്ങൾ ഗെയിം ഇല്ലാതെ, പക്ഷെ അദ്ദേഹത്തോട് പറയുന്നില്ല, വളരെ വളരെ ജെന്യുവിനായിട്ട് ഞാൻ അവരെ അത്രമാത്രം മനസ്സിലേക്ക് എടുത്തവരാണ്. അനിമോൾക്ക് താല്പര്യം പഴയതാണ്, ആകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്.